അമ്പരചുംബികളായ കൂറ്റൻ കെട്ടിടങ്ങളും അത്യാധുനിക ആർക്കിടെക്ചറൽ അത്ഭുതങ്ങളും നിറഞ്ഞ ദുബായ് നഗരത്തിൽ ഒരു കാലത്ത് നഗരത്തിന്റെ പ്രധാന വിലാസമായി മാറിയ ലാൻഡ്മാർക്കുകൾ നിരവധിയാണ്. അതിലേറ്റവും സവിശേഷമായ സ്ഥാനം അലങ്കരിച്ചിരുന്ന ഒന്നായിരുന്നു ഷെയ്ഖ് സായിദ് റോഡിലെ ടയോട്ട ബിൽഡിംഗ്. എന്നാൽ 5.5 പതിറ്റാണ്ടോളം ദുബായിയുടെ വളർച്ചയ്ക്ക് സാക്ഷിയായി നിലകൊണ്ട ഈ ചരിത്ര നിർമ്മിതി 2027 പൊളിച്ചു നീക്കാൻ ഒരുങ്ങുകയാണ്. കെട്ടിടം കൈകാര്യം ചെയ്യുന്ന നാസർ റാഷിദ് ലൂത്ത റിയൽ എസ്റ്റേറ്റ് പ്രതിനിധികൾ സ്ഥിരീകരിച്ച ഈ വാർത്ത ദശാബ്ദങ്ങളായി അവിടെ താമസിച്ചിരുന്ന പ്രവാസികൾക്കും ദുബായ് നഗരത്തെ സ്നേഹിക്കുന്നവർക്കും വലിയൊരു നൊമ്പരമായി മാറിയിരിക്കുന്നു. 1974 നിർമ്മാണം പൂർത്തിയാകുമ്പോൾ നാസർ റാഷിദ് ലൂത്ത ബിൽഡിംഗ് എന്നായിരുന്നു ഈ 15 നില കെട്ടിടത്തിന്റെ ഔദ്യോഗിക നാമം. UAE എന്ന രാജ്യം രൂപീകൃതമായി കേവലം 3 വർഷങ്ങൾ മാത്രം പിന്നിട്ട ആ കാലഘട്ടത്തിൽ അന്നത്തെ ഡിഫൻസ് റൗണ്ട് അബൌട്ടിന്, അതായത് ഇന്നത്തെ ഫസ്റ്റ് ഇന്റർചേഞ്ചിന് സമീപം ഉയർന്നു പൊങ്ങിയ ആദ്യകാല കൂറ്റൻ കെട്ടിടങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഏകദേശം 65 മീറ്റർ ഉയരമുള്ള ഈ റെസിഡൻഷ്യൽ സമുച്ചയം ചുറ്റിലും മണലാരണ്യവും ചുരുക്കം ചില നിർമ്മിതികളും മാത്രം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ദുബായിയുടെ വികസന സ്വപ്നങ്ങളുടെ പ്രതീകമായി നിലകൊണ്ടു. ഇന്ന് ലോകത്തെ ഏറ്റവും തിരക്കേറിയ എക്സ്പ്രസ് വേകളിലൊന്നായ ഷെയ്ഖ് സായിദ് റോഡിന്റെയും ബുർജ് ഖലീഫ ഉൾപ്പെടുന്ന ഡൗൺ ടൗണിന്റെയും രൂപമാറ്റങ്ങൾക്ക് ഈ കെട്ടിടം ദൃക്സാക്ഷിയായിരുന്നു. ഔദ്യോഗികമായി മറ്റൊരു പേരിൽ അറിയപ്പെട്ടിരുന്നെങ്കിലും 1981 കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിക്കപ്പെട്ട കൂറ്റൻ ചുവന്ന ടയോട്ട പരസ്യ ബോർഡാണ് ഇതിന് ടയോട്ട ബിൽഡിംഗ് എന്ന ജനപ്രിയ നാമം സമ്മാനിച്ചത്. നഗരത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്കും വഴി ചോദിക്കുന്നവർക്കും ഒരു പ്രധാന ലാൻഡ്മാർക്കായി ഈ ബോർഡ് മാറി. 2018 പരസ്യകരാർ അവസാനിച്ചതിനെ തുടർന്ന് ഈ ബോർഡ് നീക്കം ചെയ്തെങ്കിലും ജനമനസ്സുകളിൽ നിന്ന് ആ പേര് മാഞ്ഞില്ല. തുടർന്ന് പ്രവാസികളുടെയും പ്രദേശവാസികളുടെയും ഗൃഹാതുരമായ ആവശ്യപ്രകാരം 2022 ജൂൺ മാസത്തിൽ ടയോട്ടയുടെ പരസ്യ ബോർഡ് വീണ്ടും അതേ സ്ഥാനത്ത് പുനഃസ്ഥാപിക്കപ്പെടുകയായിരുന്നു. കേവലം ഒരു വാണിജ്യ പരസ്യത്തിനപ്പുറം ഒരു നഗരത്തിന്റെ ഐഡന്റിറ്റിയായി ഈ അക്ഷരങ്ങൾ മാറിയ അപൂർവ കാഴ്ചയ്ക്കാണ് ദുബായ് സാക്ഷ്യം വഹിച്ചത്. അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ കെട്ടിടത്തിന് ദുബായ് മുനിസിപ്പാലിറ്റി അറ്റകുറ്റപ്പണികൾക്കുള്ള അനുമതി നിഷേധിച്ചതാണ് പൊളിച്ചു നീക്കാൻ തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും നിലവിലെ സുരക്ഷാ മാനദണ്ഡങ്ങളും മുൻനിർത്തിയാണ് അധികൃതർ ഈ നിലപാടിലെത്തിയത്. കൂടാതെ കെട്ടിടത്തിനുള്ളിൽ അനിയന്ത്രിതമായി പാർട്ടീഷനുകൾ നിർമ്മിച്ച് ആളുകളെ താമസിപ്പിച്ചിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചില ഭാഗങ്ങളിലെ വൈദ്യുതി ബന്ധം അധികൃതർ വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ സാധുവായ വാടക കരാർ ഉള്ളവർക്ക് 2026 ഡിസംബർ വരെ തുടരാമെങ്കിലും കെട്ടിടത്തിലെ ഭൂരിഭാഗം താമസക്കാരും ഇതിനോടകം തന്നെ മുറികളൊഴിഞ്ഞ് മറ്റിടങ്ങളിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. മലയാളികൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് പ്രവാസി കുടുംബങ്ങൾക്കും തൊഴിലാളികൾക്കും ദശാബ്ദങ്ങളായി അഭയമേകിയ ഇടമാണ് ഈ കെട്ടിടം. ഡൗൺ ടൗൺ ദുബായ് പോലെ ഒരു പ്രൈം ലൊക്കേഷനിൽ താങ്ങാവുന്ന വാടകയിൽ താമസിക്കാൻ സാധിച്ചിരുന്നു എന്നത് ഇതിന്റെ വലിയൊരു പ്രത്യേകതയായിരുന്നു. കെട്ടിടം ഒഴിഞ്ഞുപോകുന്ന താമസക്കാർ തങ്ങളുടെ വൈകാരികമായ അനുഭവങ്ങളും വിടവാങ്ങൽ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത് വൻതോതിൽ ശ്രദ്ധ നേടുന്നുണ്ട്. വികസന കുതിപ്പിൽ പുതിയ അമ്പരചുംബികൾ ഉയരുമ്പോഴും ദുബായിയുടെ ആദ്യകാല വളർച്ചയുടെ സ്മരണകൾ പേറുന്ന ഒരു ചരിത്ര സമുച്ചയം കൂടി നഗരത്തിന്റെ ലാൻഡ്സ്കേപ്പിൽ നിന്ന് വിട പറയുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.